ജീവിതവരുടെ ചോദിച്ചിട്ട് പറയാം. കാരണം എന്താ? ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന സന്ദേശമില്ലാതെ ഒരു വാക്ക് പോലും അല്ലാഹു റസൂൽ വിട്ടിട്ടില്ല. ആ പ്രവാചകനാണ് പറഞ്ഞത്, നോമ്പും നിസ്കാരവും ഉംറയും ഹജ്ജും കൊണ്ട് പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ അവശേഷിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ടെൻഷൻ, അതുകൊണ്ട് നിങ്ങൾക്ക് പൊറുക്കപ്പെടും. ചിന്തിക്ക്, അള്ളയുടെ പാപം പൊറുക്കാൻ, അള്ളയുടെ പാപം പൊറുക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയുടെ പള്ളിയുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവനെ തെരഞ്ഞു പിടിച്ചിട്ട് ഊരി പിടിച്ച വാളുമായി അടുത്തേക്ക് ചെന്നിട്ട് എന്തിനാണ് നീ ഇവിടെ ഇരിക്കുന്നത്, അവൻ എന്തെങ്കിലും ശരഹിയായ തെറ്റ് ചെയ്തു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാൾ പള്ളിയുമായി ബന്ധപ്പെടുന്നത് കണ്ടാൽ നിങ്ങൾ അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷി നിൽക്കണമെന്ന് പഠിപ്പിച്ചത് പൊന്നാര നബിയല്ലേ. പക്ഷെ മസ്ജിദ് നബവിയിൽ ഏതികാഫും കൂടുതലായിരിക്കുന്ന ആളുകൾ കൊണ്ട് ചെന്നിട്ട് ചോദിക്കും, ആര്? വികസന നായകനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അത് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ഇബാദത്തുമായിട്ട്, നിനക്കെന്തെങ്കിലും വരുമാനമുണ്ടോ? ഒന്നുമില്ല, ഞാനെല്ലാം പടച്ചവനെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാൾ ഊരിയിട്ട് പറഞ്ഞു, നീ പണിക്ക് പോയില്ലെങ്കിൽ നിന്റെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവില്ല, ഇറങ്ങിപ്പോടാ പണിക്ക്, ഈ പള്ളിയിൽ എത്തിക്കാൻ വരുന്നത് മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അധ്വാനിക്കണം. പ്രവാസ ലോകം എന്ന് പറയുന്ന അധ്വാനത്തിന്റെ പ്രതീകമാണ്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകൻ വരുമ്പോ കയ്യിലെന്തോ ഒരു സാധനം വെച്ചിരിക്കുന്നു. മഹാനായ നബി തങ്ങൾ ചോദിച്ചു, എന്താ സഅദിന്റെ കയ്യിൽ? ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഒരു മൺവെട്ടിയാണ്, ഒരു മൺകോരിയാണ്. ആ മൺവെട്ടിയും മൺകോരിയും അല്ലാഹുവിന്റെ ഹബീബ് കണ്ടപ്പോൾ നബി തങ്ങൾ സഹാബാക്കളുടെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സഹാബത്തിനോട് പറയുന്ന, സഹാബാ, സ്വർഗ്ഗമാകുന്ന കൈ നിങ്ങൾക്ക് കാണണോ? സ്വർഗ്ഗം നീട്ടിവാങ്ങുന്ന കരങ്ങൾ നിങ്ങൾക്ക് കാണണോ? എന്നാൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് കൈയും ഉയർത്തി കാണിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ. ഏത് കൈയാണ്? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കരങ്ങൾ. ആ കൈയിൽ തസ്ബീഹ് എന്നതിന്റെ പേരില്ല, ആ കൈയിൽ മുസല്ല എന്നതിന്റെ പേരില്ല, ആ കൈയിൽ ഖുർആൻ ശരീഫ് എന്നതിന്റെ പേരില്ല. ആ കൈയിൽ മൺവെട്ടിയും മൺകോരിയും പിടിച്ചിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ തന്റെ കുടുംബത്തിന് വേണ്ടി, മഈശത്തിന് വേണ്ടി പാടുപെടുന്ന